ഹലോ, മിസ്റ്റർ ആദിത്യവർമ്മയുടെ വീട് ഇതാണോ? ഇത് തന്നെ. അയാളെ ഒന്ന് വിളിക്കൂ. എന്താ കാര്യം? കാര്യം ഞാൻ അയാളോട് പറഞ്ഞോളാം. പിന്നെ ചെടി നനയ്ക്കുന്നവൻ ചെടി നനച്ചാൽ മതി. നിങ്ങൾ താനാരകളാ ഇതൊക്കെ ചോദിക്കാൻ? ഞാനാണ് ആദിത്യവർമ്മ. ആദിത്യവർമ്മയോ? ആദിത്യം പോയിട്ട് ഒരു ചന്ദ്രവളയത്തിന്റെ പ്രഭാവം പോലും ഈ തിരുമോന്തയിലില്ലല്ലോ. ആദിത്യവർമ്മ ആശ കൊള്ളാലോ. മൂപ്പിനെ എന്നോട് പറഞ്ഞിരിക്കും, പുറത്തെങ്ങാനും പോയി പറഞ്ഞാണ്ടല്ലോ മോന്തര ഷേപ്പ് മാറി. ആദിത്യവർമ്മ അവിടത്തേക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇളിച്ചോണ്ട് നിൽക്കാതെ പോയി അങ്ങനെ പറഞ്ഞു പോകണം. ശരി, എന്നാ അകത്തേക്ക് വരണം. ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. ഓക്കെ. ഇവിടെ ഇരുന്നട്ടെ. അങ്ങനെ എളുപ്പം വിളിക്കൂ. ഇപ്പൊ വിളിക്കാം. വിളിച്ചില്ലേ സാർ? ഞാനാണ് ആദിത്യവർമ്മ. ഇപ്പൊ തനിക്ക് മനസ്സിലായോ? എന്റെ കണ്ണുകൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു. താൻ ജയന്റെ അനിയനല്ലേ? അതെ. കണ്ടാൽ യാതൊരു വ്യത്യാസവുമില്ല. ഒരാൾക്ക് മീശയുണ്ട്, ഒരാൾക്കില്ല. ഒരാൾക്കല്പം മര്യാദയുണ്ട്, ഒരാൾക്കില്ല. ഞാനൊരല്പം പിഴയാണെന്നാ എല്ലാവരും പറയുന്നത്. സാറിനും മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകാൻ വഴിയില്ല. താൻ വലിയ ഡാൻസുകാരനല്ലേ? അത്യാവശ്യം ചില തുള്ളിക്കളികളൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സാർ ജീവിക്കുക? തനിക്ക് എന്തൊക്കെ ഡാൻസ് അറിയാം? അത് കളിക്കുന്ന ചുറ്റുപാടനുസരിച്ചിരിക്കും. ഒരല്പം മനക്കെട്ടി, സ്വല്പം തൊലിക്കട്ടി, ചങ്കൂറ്റം, ഇത് തന്നെ ഡാൻസ്. ഇതുകൊണ്ടുള്ള നേട്ടം? മെയ്വഴക്കം. ഉദാഹരണത്തിന് ഡാൻസ് അറിയാൻ വയ്യാത്ത ഒരാൾ ഇത് ഇങ്ങനെ എടുക്കും. എന്നാൽ ഡാൻസ് അറിയാവുന്ന ഒരാൾ ഇങ്ങനെ എടുക്കും. ഇത് തന്നെ ഇതിന്റെ ഗുണം. നിനക്ക് എന്റെ മോളെ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റുമോ? അത് വേണോ? വേണം. വേറെ വല്ലവരും ഇതിനു മുമ്പ് മോളെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം. ഞാൻ നിന്റെ ചേട്ടന് വാക്ക് കൊടുത്തതാണ്. രാജരാജവർമ്മയെപ്പോലുള്ള ഒരു മഹാന്റെ മകൻ, ജയനെപ്പോലുള്ള ഒരു ആദർശധീരന്റെ അനിയൻ പിഴച്ചു പോകാൻ പാടില്ല. ഇന്നു മുതൽ നിന്റെ മേൽ എന്നും എന്റെ കണ്ണുണ്ടായിരിക്കും. തന്നെ നന്നാക്കാമോ ഞാൻ നോക്കട്ടെ. കാവേരി, കാവേരി. എന്താണ് അച്ഛാ? ഇതാണ് എന്റെ മകൾ കാവേരി. ഏതായാലും ഭാരതപ്പുഴ എന്ന് പേരിടാൻ നന്നായി. അമിതമായി ചിലയ്ക്കുന്ന എനിക്കിഷ്ടമല്ല. ഇതാണ് ഞാൻ പറഞ്ഞ നിന്റെ ഡാൻസ് മാസ്റ്റർ. നമസ്കാരം. നമസ്കാരം. എന്നാൽ ഇന്ന് തന്നെ ആരംഭിച്ചോളൂ. വരും, മുകളിലേക്ക് പോവാം. നമുക്ക് തുടങ്ങാം. വിദ്യാധരൻ പേരൊക്കെ കൊള്ളാം. പക്ഷേ തന്റെ വിദ്യ എങ്ങാനും ഇവിടെ കാണിച്ചാൽ അന്ന് ഞാൻ പിടിച്ചു പുറത്താക്കും. താഴെറോ. സാറെന്താ അങ്ങനെ പറഞ്ഞത്? എന്നെ കണ്ട ഒരു കള്ളലക്ഷണം ഉണ്ടോ? നീ കുട്ടമ്പിളയുടെ മോനല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ അച്ഛൻ വലിയ കള്ളനാണോ? മോളിലെന്താ ഒരു ഒച്ചയും നിലവിളിയും? ഇവിടെ ആരെങ്കിലും ചത്തോ? അത് ഒച്ചയും നിലവിളിയൊന്നും അല്ല. എന്റെ മോള് ഇംഗ്ലീഷ് ഡാൻസ് പഠിക്കുക. അയ്യോ, ഒന്ന് കാണാൻ പറ്റുമോ? നീ ഒരു 50 രൂപ ആണല്ലോ. 50 രൂപയോ? 50 പൈസ എടുക്കാനില്ല ആശാനെ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു 50 റുപ്പീസ് റൈസ് ചെയ്യണം. തന്നോട് പച്ച മലയാളത്തിലല്ലേ പറഞ്ഞത്? ഇല്ല ആശാനെ. ഇല്ലെങ്കിൽ വേണ്ട, ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾ പോണം. നിന്ന് നാളെ ഇങ്ങോട്ട് വരുന്നില്ലേ? പിന്നെ അല്ല, നാളെ ജോലി ഉണ്ടാവില്ല. അതെന്താ? നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ അപ്പ ഞാൻ പറയത്തില്ലേ, മീശ ഒട്ടിച്ചു, മീശ ഇളക്കി, മീശ ഒട്ടിച്ചു, മീശ ഇളക്കി, മീശ ഒട്ടിച്ചു, മീശ ഇളക്കി, മീശ ഒട്ടിച്ചു, മീശ ഇളക്കി. ഇത് എത്രയുണ്ട്? എണ്ണി നോക്കിയില്ല, 25 കാണും. അപ്പൊ മീശ ഒട്ടിച്ചത് പറയത്തില്ല, ഇളക്കിയത് പറയും. നാളെ രാവിലെ ഞാൻ ബാക്കി കൊണ്ടുതരാം. ശരി, ബാക്കി രൂപ നാളെ രാവിലെ കൊണ്ടുവന്ന് ഒരു റെസീപ്റ്റ് വാങ്ങിച്ചോളൂ. അപ്പൊ എന്നെ കൊണ്ടേ പോവല്ലേ? നമ്മളും ബിരിയാണി തിന്നിട്ട് സാറേ. ഇന്നത്തേക്ക് സുഖമായി. വിദ്യാധര, 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 നീ എങ്ങോട്ടാണ് നോക്കുന്നത്? ജ്യൂസ്. ജ്യൂസ്? നീ വരന്റെ പാർട്ടിക്കാർ ചോദിക്കുകയാണെങ്കിൽ വധുവിന്റെ ആളാന്ന് പറയണം, വധുവിന്റെ പാർട്ടിക്കാർ ചോദിക്കുകയാണെങ്കിൽ വരന്റെ ആളാണെന്ന് പറയണം. അപ്പൊ രണ്ടുപേരും ഒന്ന് ചോദിച്ചാലോ? രണ്ടുപേരും ഒന്നിച്ച് ചോദിക്കില്ലടേ. എടാ, അവരെ ചുറ്റിച്ചാലേ നമ്മൾ വയറ് അറിയുള്ളൂ.
വാ. അങ്ങോട്ട് നടക്ക്. നമസ്കാരം. പ്ലീസ് അതവിടെ ഈടെ, അതവിടെ ഈടെ. താങ്ക്സ്. ഇവിടെ തമാശ പൊള്ളില്ലല്ലേ? പൊള്ളില്ല. അവിടെ കൈകൊണ്ടെടുക്കുന്നത് മെല്ലടെ. ഹലോ ഹലോ സർ. സുഖം തന്നെയല്ലേ? അതെ അതെ. ആ. പ്ലേറ്റ് മാറളി. അയ്യോ ചോദിച്ചു. ഹലോ, രാജരാജവർമ്മയല്ലേ? അതെ. നിങ്ങളെന്താ ഇവിടെ? താങ്കളെന്താ ഇവിടെ? വരൻ എന്റെ ഒരു കസിനാ. അതെയോ? അത് എന്റെ ദിവസത്തിലാണ്. മീശ എവിടെ? മീശയോ? ആരുടെ മീശ? എന്റെ മീശ? എനിക്ക് മീശയില്ലായിരുന്നല്ലോ. അന്ന് വീട്ടിൽ വന്നപ്പോ മീശ ഉണ്ടായിരുന്നു, കഥന്റെ ജിബ്ബ ഉണ്ടായിരുന്നു. രാജരാജവർമ്മയ്ക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. ഓ ഐ സി, നിങ്ങൾ കണ്ട എന്റെ ചേട്ടനായിരിക്കും. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് മീശയുണ്ട്, എനിക്ക് മീശയില്ല. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായി? എനിക്ക് കുറച്ച് അർജന്റ് ഉണ്ട്. എനിക്കൊന്ന് വേഗം വേണം. ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വെയിറ്റ് ചെയ്യൂ, അല്ല വെയിറ്റ് ചെയ്യണ്ട. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, കാണാം. ജയൻ, ജയൻ. ആരാ അത്? നമസ്കാരം സാർ. അച്ഛൻ എവിടെ? അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കുക. അതെ 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 അതെ. അച്ഛനെ ഒന്ന് അത്യാവശ്യമായി കാണണമായിരുന്നു. അച്ഛൻ ഇനി ഇന്ന് വരുവോ? വരൂ. എന്താ, അമ്പലം വിലക്കെടുക്കാൻ പോയിരിക്കുകയാണോ? അല്ല, ഈ ഭജനയ്ക്ക് ഇരിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അതെ അതെ. ഒരുപാട് താമസിക്കല്ലേ? അതെ അതെ. ഏതമ്പലത്തിൽ പോയിരിക്കുക? കൃഷ്ണന്റെ അമ്പലം. അതന്നെ, കൃഷ്ണനും ശിവനും അടുത്തടുത്തിരിക്കുന്ന അമ്പലം. സാറിപ്പോ അങ്ങോട്ട് പോയിട്ടും വലിയ കാര്യമില്ല. ഈ ഭജന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആരോട് സംസാരിക്കില്ല. അങ്ങനെ. എന്നാൽ ഇവിടെ വന്നിട്ട് കാണാം. എത്ര താമസിച്ചാലും കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇത് തന്നെ. നാളെ പുലരു മുമ്പ് വരുമല്ലേ? പിന്നെ അതിനു മുമ്പ് എന്തായാലും വരും. ഏതായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്റെ അച്ഛോ. ഇതാര്? അല്ല, വർമ്മ സാറോ? അച്ഛനെ കണ്ടിട്ടേ പോകത്തുള്ള ഒരേ നിർബന്ധം പിടിച്ചിരിക്കുക. ഈ ഐശ്വര്യമുള്ള മുഖം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുക എന്നുള്ളത് അതൊരു മാനസികമായ സുഖമാണ്. താങ്കൾക്ക് ഒരു സഹോദരനുണ്ടല്ലേ? ഊവല്ലോ, ഉണ്ട്. രാജേന്ദ്ര വർമ്മ. കണ്ടാൽ എന്നെ പോലെ തന്നെ ഇരിക്കും. എന്താ, തമിഴ് പരിചയമുണ്ട്? ഞാൻ അല്പം മുമ്പ് പരിചയപ്പെട്ടു. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അടുത്ത ആഴ്ച എന്റെ വീട്ടിലൊരു ഡിന്നർ ഉണ്ട്. തീർച്ചയായും വരണം. അത് ക്ഷണിക്കാൻ ഞാൻ വന്നതാ. വരട്ടെ. ഇനി ഇപ്പൊ അവളെ കണ്ട് രണ്ട് വാക്ക് സംസാരിക്കണം. അതിനെന്താ ഒരു വഴിയുണ്ടാ ബാലു. നീ ഇത്ര മണ്ടനായി പോയല്ലോ. അവള് വരുന്ന വഴിയിൽ കാത്തു നിൽക്കണം. അവള് വരും. എന്നിട്ട് അവളോട് ചോദിക്കണം കോർപ്പറേഷൻ ഓഫീസിലേക്കുള്ള വഴി ഏതാണെന്ന്. അപ്പൊ അവള് പറയും ഈ നാട്ടില് പുതിയ ആളാണല്ലേ എന്ന്. ഞാൻ പറയും അതെ, ഒരു പെണ്ണ് കെട്ടണമെന്നൊക്കെ ആഗ്രഹിച്ചാ വന്നത്. അപ്പോഴവളെന്ത് പറയും? അവള് ചോദിക്കും എന്നിട്ടെന്തേ കെട്ടാത്തെ? അപ്പൊ ഞാൻ പെണ്ണിന് ഇഷ്ടമാണോന്ന് അറിയണമല്ലോ എന്ന് ചോദിക്കും. ആരാ പെണ്ണ്? വേറെ ആരാവാൻ, കാവേരി എന്ന് ഞാൻ പറയും. പിന്നെയൊക്കെ നിന്റെ ഇഷ്ടം പോലെ ആവട്ടടാ ബാലു.
അപ്പോഴേ ഈ കോർപ്പറേഷൻ ഓഫീസിലേക്കുള്ള വഴിയാ കോർപ്പറേഷൻ ഓഫീസോ? അതെ. ഇവിടെ കോർപ്പറേഷൻ ഓഫീസ് ഇല്ല, മുനിസിപ്പാലിറ്റിയാ. ആ ഈ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള വഴിയാ എനിക്ക് അറിയേണ്ടത്. ആ ദാ ഇതുവഴി നേരെ പോയിട്ട് എടുത്തോട്ട് തിരിഞ്ഞാ മതി. അല്ല പിന്നെ അതെ പിന്നെ സിമന്റിന്റെ കാര്യം ശരിയാക്കണമായിരുന്നു. ഇപ്പോ സിമന്റിന് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്കറിയില്ല. അല്ല, ഈ കോർപ്പറേഷൻ ഓഫീസും സിമെന്റുമായിട്ട് എന്താ ബന്ധം? അല്ല എനിക്ക് എനിക്ക് കളക്ടറേറ്റിലാ പോവേണ്ടത്. ഞാൻ ഈ നാട്ടുകാരനല്ല. അല്ല അത് കഴിഞ്ഞ് കോർപ്പറേഷൻ ഓഫീസിലും പോണം. കളക്ടറേറ്റ് തിരുവനന്തപുരത്തല്ലേ? അതെ അതെ. ഇവിടെ നിന്നാ ബസ് കിട്ടും. താങ്ക്സ്. കാർക്കൂന്തൽ കെട്ടിനെന്തിന് വാസനത്തൈലോ തൈലോ വാസനത്തൈലോ കൃഷ്ണ അയ്യപ്പ. ആ എന്താ കാലത്ത് തന്നെ കെട്ടിയെഴുന്നള്ളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒരു 50 മണി റൈസ് ചെയ്യണമല്ലോ. ആ പിന്നെ എൻ്റെ അടുത്ത് ഒരു കത്തിയുണ്ട്. അത് ഷേവ് ചെയ്യാൻ കൊള്ളില്ല, പക്ഷേ നിന്റെ പള്ളയെ ഞാൻ കുത്തി കയറ്റു. ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ ഈ വാടാ തന്തക്കളി ഞാൻ നിർത്തും. പാടക തന്ത പാടക തന്ത. ഈയുടെ മോനെ എൻ്റെ അടുത്ത് ഇല്ലടാ. നിങ്ങളല്ലേ ഈ തത്വം എനിക്ക് പറഞ്ഞു തന്നത്? എന്തോന്ന്? പണമുള്ളവന്റെ കയ്യിൽ നിന്ന് അത് എങ്ങനെ തട്ടിയെടുക്കാമെന്നും അതുകൊണ്ട് എങ്ങനെ സൂക്ഷിക്കണമെന്നും. എന്നിട്ട് ഇപ്പൊ ഒരുമാതിരി കണവണ വർത്താനം പറയുന്നത്. ഒരു 50 റുപ്പീസ് റൈസ് ചെയ്തേ. എൻ്റെ അടുത്ത് മുഴുവൻ ഇല്ലെന്ന്. എന്നാ പിന്നെ ഉള്ളത് തന്നൂടെ? അപ്പൊ ഉള്ളത് എന്നിട്ട് എനിക്ക് ചെറുക്കാൻ പോകാൻ പറ്റുമോ? ആ എന്നാ പിന്നെ ഇന്ന് നിങ്ങളുടെ ആൾമാറാട്ട കളി ഞാൻ പോലീസിൽ അറിയും. പോലീസ് വന്നിട്ട് എന്ത് ചെയ്യും? ഒന്ന് ചെറുക്കാൻ ഇറങ്ങി പോരാ. പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്യും, എന്നിട്ട് ഐസിൽ കിടത്തും, നഖത്തിന്റെ ഇടയിൽ മുട്ടു സൂചി അടിച്ചതാണ്, കാൽവണ്ണയിൽ ചൂരിൽ കടിക്കും, ഉരുട്ടും. ചേട്ടത്തി ഞാൻ അമ്പലത്തിൽ പോണോ? ഞാൻ അമ്പലത്തിൽ പോണോ? ചേട്ടത്തി ഞാൻ അമ്പലത്തിൽ പോണോന്ന്. ചേട്ടത്തി ഞാൻ അമ്പലത്തിൽ പോണോ കേട്ടോ. കിടന്ന് കീറണ്ട, കുറച്ച് പതുക്കെ പറഞ്ഞാൽ കേൾക്കാം. മനസ്സിലായില്ലേ? എന്താ ഇപ്പൊ പ്രശ്നം? ഞാൻ അമ്പലത്തിൽ പോണു. അപ്പൊ ആ വഴി കുറച്ച് മോശ, ഇതുവഴി പോ. ഈ വഴിയോ? ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഞാനാ മൂത്തത്. എന്തൊരു കഷ്ടം ഇത്. മര്യാദയ്ക്ക് ഒരു ജോലിയും ചെയ്ത് അവിടെ ഇരുന്ന് എന്നെ കുത്തിപ്പൊക്കി ട്രാൻസ്ഫർ മേടിപ്പിച്ച് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പം വീട്ടുകാർ തമ്മിൽ മുട്ടം വഴക്ക്. എന്താ ഇതിന്റെ അർത്ഥം? ആ എനിക്കറിയില്ല. രണ്ടു കൂട്ടർക്കും ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകളാ. എന്ത് തെറ്റിദ്ധാരണ? ആ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന അല്ലാതെ കാര്യം എന്താന്ന് ആരും തുറന്നു പറയുന്നുമില്ല. ആ കാവേരി, ഇങ്ങനെ പോയാൽ നമ്മുടെ കാര്യം വെള്ളത്തിലാകും. നമ്മൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒരു ഒത്തുതീർപ്പിലെത്തിക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് താൻ തന്റെ അമ്മയും അച്ഛനും തമ്മിൽ യോജിപ്പിലെത്തിക്കുക. ഞാൻ ഏട്ടിനും ഏട്ടത്തിനും കാര്യം കൈകാര്യം ചെയ്തോളാം. ശരി. ആഹാ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ എവിടെയെല്ലാം അന്വേഷിക്കുന്ന അറിയാമോ? ഞാൻ പോയി. ഒരു കാര്യം ഒന്ന് ഒരു 50 മണി റൈസ് ചെയ്യണമല്ലോ. എന്റെ കയ്യിലില്ല. ഒരു പ്രേമബന്ധം തകരുന്നത് ഞാൻ കാണണമല്ലോ ഈശ്വര. ഒന്ന് നിന്നേ. അപ്പോ കാവേരി കുഞ്ഞ് ബാലുവിനെ കണ്ടാലും ഞാൻ പറയില്ല. ഇവിടെ നിന്ന് ഇതുപോലെ ഒന്നുകൂടി റൈസ് ചെയ്യണമല്ലോ. എന്തിനാ? എന്തിനാന്നോ? ഇത് നല്ല ചെലവുള്ള സാധനമല്ലേ കുഞ്ഞെ? താൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഭാവമാണോ? അയ്യോ അല്ല. പിന്നെ ജീവിക്കാൻ വേണ്ടിയാണ് സാർ. ദേഹമാണെങ്കിൽ പണിയാൻ എന്നെ കൊണ്ട് വയ്യ. വെയിൽ കൊണ്ടാ ഗ്ലാമർ പോവും. പിന്നെ ജീവിക്കണമെങ്കിൽ കാശുള്ളവന്റെ കയ്യിലെ കാശ് നമ്മുടെ കയ്യിൽ വരണം. അതിനെന്താ വഴി? അപ്പൊ ഇങ്ങനെയുള്ള ചില ചുറ്റുപാടുകളിൽ ചെന്ന് പെടുക. അല്ല, ഒരു 50 മണി റൈസ് ചെയ്യണമല്ലോ. ആ ഇത് തന്നെ ബ്ലാക്ക് മെയിൽ. ബ്ലാക്ക് മെയിൽ എങ്കിൽ ബ്ലാക്ക് മെയിൽ. പക്ഷെ ഒരുത്തനെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ മദ്രാസ് മെയിലിന്റെ അടിയിൽ തലവയ്ക്കേണ്ടി വരും. ചലമാണ്ട് കാശിയാ സാറേ, ചുമ്മാ വേദം പറയുന്നത്. ഇപ്പൊ 50 രൂപ കിട്ടിയില്ലേ? അയ്യോ, അത് കാവേരി അക്കൗണ്ട്. അതായത് കാവേരി കുഞ്ഞ് സാറിനെ കണ്ട കാര്യം പറയത്തില്ല, പക്ഷെ സാറ് കാവേരിയെ കണ്ട കാര്യം പറയും. സത്യത്തിൽ എന്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാ. ആ പൈസ ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ലൈഫിൽ അഡ്ജസ്റ്റ്മെന്റ്സ് വേണമല്ലോ. രഹസ്യം കൂളി ക്ലാസ്. ഓക്കെ, സി യു. ഗുലുമാലേ 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 ഗുലു 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 ഗുലു